ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ മുടി കൊഴിച്ചിലും അല്ലെങ്കിൽ നമുക്ക് ഉള്ളു കുറയുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. കുറഞ്ഞത് ഒരു 7 ദിവസത്തെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ അനുഭവത്തിൽ കൂടിയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്. ആ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തേയിലയാണത്. നമ്മൾ തേയില തിളപ്പിച്ചുണ്ടാക്കുന്ന കട്ടൻ ചായയാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു പാക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വളരെ നല്ലതാണ്, നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇത് നമ്മുടെ വയസ്സായവരിലും അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ച് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് മുടി കൊഴിച്ചിലും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായി പറ്റുകയാണെങ്കിൽ നമുക്കിത് സ്ഥിരമായിട്ട് തന്നെ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പറ്റുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ PCOD ഉള്ളവർക്കും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിലുമൊക്കെ ഇങ്ങനെ തന്നെ മുടി കൊഴിച്ചിൽ കാണപ്പെടാറുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഏറ്റവും നല്ല പരിഹാരമായിട്ടുള്ള നമ്മുടെ ഈ തേയില വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകണം. ചൂടായതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് തേയില ഇട്ട് കൊടുക്കാവുള്ളൂ. തേയില എടുക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റിയുള്ള തേയില തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടത്തില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് AVTയുടെ തേയിലയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി തുടങ്ങി. ഇതിലേക്ക് 3 ടീസ്പൂൺ തേയിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ തേയിലവെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് ഇത് 1/2 കപ്പായിട്ട് നന്നായിട്ട് കുറുകണം. അങ്ങനെ നന്നായിട്ട് കുറുകിയതിന് ശേഷമേ നമുക്കിത് എടുക്കാവുള്ളൂ. അതുവരെ വെട്ടിത്തിളയ്ക്കുന്നവർ നമ്മൾ ഉയർന്ന തീയിൽ തിളപ്പിക്കുക. അതിനുശേഷം തിളച്ചതിന് ശേഷം തീ വളരെ സിമ്മിലിട്ടിട്ട് അടച്ചു വയ്ക്കണം. അങ്ങനെ അടച്ചു വെച്ച് നമ്മളൊരു 10 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചെങ്കിലേ ഈ തേയിലയുടെ ഗുണം മുഴുവനും ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് ചെറിയ തീയിൽ തിളയ്ക്കട്ടെ. നന്നായി തിളച്ച ശേഷം ഇത് ഇറക്കി വെച്ച് അതിലെ നന്നായിട്ട് തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഒരു അരിപ്പ വെച്ച് നമ്മൾ അരിക്കാവുള്ളൂ. തേയില എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും ഹെയർ ഗ്രോത്തിനും അതുപോലെ നരച്ച മുടിയുടെ കളർ മാറി ബ്ലാക്ക് കളറാകാനും ഒക്കെ ഇത് ഒരുപാട് നല്ലതാണ്. നമ്മുടെ തലയ്ക്ക് നല്ല ഗുണം ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള ഒരു പാക്കാണ് നമ്മുടെ തേയില വെള്ളം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ആറാനായിട്ട് വെച്ചിരിക്കുവാണ്. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇത് ഇപ്പോൾ നമ്മൾ 2 കപ്പ് വെച്ചത് 1/2 കപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി മുടിയുടെ ചിടയെല്ലാം നന്നായിട്ട് കളയണം. ഇത് നമ്മൾ ഈ തേയില അരിച്ചു എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അത് കളയരുത്. അതിലുള്ള സത്തുകൾ മുഴുവനും നമ്മളൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ അമക്കി കൊടുക്കണം. അങ്ങനെ അതിൻ്റെ മുഴുവൻ നീരും എടുത്തതിന് ശേഷമേ നമ്മൾ ആ തേയില ചണ്ടി കളയാവുള്ളൂ. അതിനുശേഷം നമ്മുടെ മുടിയിലെ ചിടയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് പിന്നെ എണ്ണ പുരട്ടണം. ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും മതി, ആ ഓയിൽ നമ്മുടെ മുടിയിൽ പുരട്ടി കൊടുക്കണം. അതിന് ശേഷമേ നമ്മൾ ഈ തേയില വെള്ളം പുരട്ടാവൂ. മുടിയിലെ ചെടയെല്ലാം നല്ല വൃത്തിയായിട്ട് കളയണം. ചെട കളഞ്ഞ് നമ്മൾ ഓയിൽ തേച്ചതിന് ശേഷമേ നമ്മൾ ഈ തേയിലയുടെ ഈ സിറപ്പ് തേക്കാവുള്ളൂ. അപ്പോൾ മുടിയിൽ ചെടയൊന്നുമില്ല, എല്ലാം നമ്മൾ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങ് ഡ്രൈ ആവും സ്കാൽപ്പൊക്കെ. അപ്പം നമ്മൾ വെച്ചാൽ കണ്ടീഷണർ തേച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് സാധാ മുടി പോലെ തന്നെ നമുക്ക് കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല, മുടി ഡ്രൈ ആവത്തുമില്ല. മുടിയുടെ ചെടയെല്ലാം കളഞ്ഞു. ഇനിയിപ്പോൾ ഓരോ പകർപ്പ് വഴി വേണം നമ്മളിത് ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട്. ഇതുകൊണ്ട് നമ്മൾ 2 കപ്പ് വെള്ളമാണ് നമ്മൾ വെച്ചിരുന്നത്. അതിനകത്തേക്ക് 3 സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ടത്. ഇപ്പോൾ ഇതിൻ്റെ നല്ല കളറുള്ള നല്ല സിറപ്പായി. നല്ല
റെഡ് കളറാണ്, ഡാർക്ക് റെഡ്. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. ഇതിങ്ങനെ ഓരോ വകർപ്പെടുത്തിട്ട് വേണം നമ്മൾ തേക്കാനായിട്ട്. ഇതിങ്ങനെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് 15-20 മിനിറ്റ് നേരം നമ്മളിതിങ്ങനെ തലയിൽ വെക്കണം. ഇത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർ മാത്രം നമ്മൾ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണിത്. തേയില എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസൊക്കെ അടങ്ങിയതാണ്. അതുപോലെ തന്നെ തേയിലയിലുള്ള വൈറ്റമിൻ ഒക്കെ ധാരാളം ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുടി വളരാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഗ്രേ ഹെയർ ആണെങ്കിലുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ മാറി നമ്മുടെ സാധാരണ നിറമാകും. ചിലരുടെ മുടിക്കൊക്കെ നല്ല കളറ് മാറി ചെമ്പൻ കളറൊക്കെ വരാറുണ്ട്. അതിനെയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളർ തരാനുള്ള കഴിവ് നമ്മുടെ തേയിലയ്ക്കുണ്ട്. ഇപ്പോൾ തേയില എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരിലും നമുക്ക് തലയ്ക്ക് പിടിക്കുന്നത് തന്നെയാണ്. ആർക്കും ഇത് ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കറയുണ്ടല്ലോ, നമ്മളുടെ ഡ്രസ്സിലൊക്കെ പറ്റാതിരിക്കാൻ പഴയ ഡ്രസ്സുകൾ നമ്മളിടണം. ഇത് നമ്മുടെ മുടിയിൽ വേണ്ട, നമ്മുടെ സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി. ഇനിയിപ്പം നമുക്കിത് ഇങ്ങനെ ദിവസവും തിളപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കാൽപ്പിലൊക്കെ കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ തേക്കുക. തേച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാവുന്നതാണ്. ഇതുപോലെ മുടിയുടെ പുറകുവശത്തൊക്കെ നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മുടെ മുടി വളരാൻ ഒരുപാട് നല്ലതാണ് ഇത്. അതുപോലെ തന്നെ ഈ ഹോർമോൺ ചേഞ്ചസ് ഉള്ളവർക്കും, അതുപോലെ ഈ PCOD, പിന്നെ അതുപോലെ ഡെലിവറി കഴിഞ്ഞവരുടെ ഒക്കെ മുടി നന്നായിട്ട് കൊഴിയാറുണ്ട്. അപ്പം അതിനെല്ലാം ഈ നമ്മുടെ ഈ തേയില വെള്ളം വളരെ നല്ലതാണ്. മുടി വളരാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടിയുടെ കളറ് ഗ്രേ ആണെങ്കിൽ അത് നമുക്ക് മാറി നമ്മുടെ സാധാരണ നമ്മുടെ ബ്ലാക്ക് കളറിലെ മുടി തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാത്തിനും ഈ തേയില വളരെ ഉപയോഗമുള്ളതാണ്. നമ്മളൊരു 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിട്ടാണ് അത് 1/2 കപ്പായിട്ട് മാറിയത്. അപ്പം നമ്മൾ അത്രയും നേരം ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷമേ നമ്മൾ അരിച്ചെടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ നല്ല അതിൻ്റെ സിറപ്പായിട്ട് കിട്ടും നമുക്ക്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ എടുക്കരുത്. അതൊരു 15 മിനിറ്റ് സമയം നമ്മൾ ഇങ്ങനെ നന്നായിട്ടിട്ട് തിളപ്പിച്ച് അതിന് ശേഷം ആറിയതിന് ശേഷമേ നമ്മളിത് എടുക്കാവുള്ളൂ. അപ്പം ഞാനെൻ്റെ മുടിയിലെല്ലാം സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ചു. ഇനിയിപ്പം നമുക്കിതൊരു 20 മിനിറ്റ് സമയം നന്നായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ മുടിയിലൊക്കെ അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഇത്. അപ്പം നമുക്കിത് 20 മിനിറ്റ് ശേഷം ഞാൻ കഴുകിയിട്ട് വരാം. കൂട്ടുകാരെ, അപ്പം ഞാൻ നന്നായിട്ടത് തേച്ച് കഴുകി സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിയാൽ മതിയത്. മുടി ഇപ്പോൾ നല്ല സിൽക്കി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഒരു വെയിറ്റ് കുറഞ്ഞ പോലെ, ഷാമ്പു ഇടുന്ന പോലെ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഇതായിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് തേക്കുന്നതെങ്കിലും നമ്മുടെ മുടിയിലും ആവുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ട് വന്നു. ഇനിയിപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും നമുക്കിതൊന്ന് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും അത് നമ്മുടെ സ്കാൽപ്പിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചൊരു 15 മിനിറ്റ് നിന്നതിന് ശേഷം നമുക്കത് കഴുകിക്കളയാവുന്നതാണ്. നമ്മുടെ ഒരാഴ്ച ഇത് സ്ഥിരമായി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ഇതിന് മുമ്പ് എനിക്ക് നല്ലോണം മുടി ഉള്ളു കുറവായിരുന്നു, നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളിതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മുടിക്ക് ആ പൊഴിച്ചിലൊക്കെ നിന്നു. വളരെ നല്ല സിൽക്കി ആയിട്ട് കിട്ടി. നല്ല ഒരുമാതിരി അത്യാവശ്യം നല്ല ഉള്ളും വന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
എൻ്റെ കൂട്ടുകാരെല്ലാം പിന്നെ നമ്മുടെ ഈ തേയിലയുടെ ചായപ്പൊടിയുടെ ഈ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്നെ തേച്ചതിൻ്റെ റിസൾട്ട് അറിയിക്കുക. നല്ല 100% ഉറപ്പാണ്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറി നമുക്ക് നല്ല ഇപ്പം നമ്മളിത് ഇങ്ങനെ കൈയെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടോ മുടിയൊന്നും നമുക്ക് വരത്തില്ല. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ കൈ വെക്കുമ്പോഴത്തേനും ഒരുപാട് മുടിയായിരുന്നു കൈ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റിസൾട്ട് കിട്ടും. എല്ലാവരും ഇത് ചെയ്തതിന് ശേഷം എന്നെ കമൻറ്റ് അറിയിക്കുക. അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.